ആരാടാ വിളിക്കണേ? എന്താടാ പറയാനൊരു മടി? ഋതിക മാഡമാണോ? അതെ സാർ. പിന്നെന്താടാ നീ ഫോൺ എടുക്കാത്തത്? എടാ ഫോൺ എടുക്കടാ. ഹലോ ഋതിക മാഡം. രാജു എവിടെയാ? ഞാൻ വീട്ടില് മാഡം. അച്ഛനോട് പറഞ്ഞതൊക്കെ രാജു കേട്ടതല്ലേ? എന്തിനാ മാഡം പിന്നെ അതൊക്കെ ഓർത്തിരിക്കുന്ന? ഞാൻ പറഞ്ഞില്ലേ മാഡം, സാർ അപ്പോഴത്തെ ദേഷ്യത്തിൽ അത് പറഞ്ഞു പോയതാ. മാഡം അത് മറന്നേക്ക്. പെട്ടെന്നുള്ള ദേഷ്യത്തില് അച്ഛനത് പറഞ്ഞതല്ല. ഇതൊക്കെ അച്ഛന്റെ മനസ്സിലുള്ളതാ. ദേഷ്യം വന്നപ്പോ അതൊക്കെ പുറത്തു വന്നു. എന്റെ മനസ്സ് കീറി മുറിയുന്ന വാക്കുകളല്ലേ രാജു അച്ഛൻ പറഞ്ഞത്. എനിക്ക് അമ്മയില്ല. അച്ഛനുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ച ഞാൻ ഒരു വിഡ്ഢിയല്ലേ രാജു? തെറ്റായ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട മാഡം. അല്ല, ശരിക്കും ഞാൻ ആരാ രാജു? അച്ഛൻ ആരായിട്ട് എന്നെ കാണുന്ന? ഒരു ഭിക്ഷക്കാരിയുടെ വില പോലും എനിക്കില്ലല്ലോ രാജു. സമൂഹത്തില് വലിയ മനുഷ്യനാ അച്ഛൻ. എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഭരണാധികാരി. അച്ഛനൊരു വോട്ടർക്ക് കൊടുക്കുന്ന പരിഗണനയെങ്കിലും എനിക്ക് തന്നൂടെ രാജു? അങ്ങനെയൊന്നും ഇല്ല മാഡം. വെറുതെ വർമ്മ സാറിനെ തെറ്റിദ്ധരിക്കണ്ട. എനിക്കറിയാം എല്ലാവരും വർമ്മ സാറിന്റെ ഭാഗത്താ. വർമ്മ സാറാ ശരി, ഞാൻ ടോട്ടലി റോങ്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം രാജു. ഹലോ മാഡം. മാഡം എന്താടാ, എന്താ മാഡായിട്ടൊരു പ്രശ്നം? ഞാനായിട്ടൊരു പ്രശ്നമില്ല സാർ. പിന്നെന്താ കാര്യം? നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അച്ഛാ, സാറ് മാഡത്തിനെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരി അംബിക മാഡം അച്ഛാ. അംബിക മാഡം ആ വീട്ടിലുള്ളിടത്തോളം കാലം ആ കുഞ്ഞിന് ഒരു സ്വസ്ഥതയും കിട്ടില്ല. ആ സ്ത്രീ ഒരു സൈനൈഡാ, പൊട്ടാസ്യം സൈനൈഡ്. അത് നിന്റെ കൂടെ ഇങ്ങോട്ട് വന്നത് കുറച്ച് സമാധാനത്തിനാ. അത് കൊടുക്കാൻ നിനക്കും കഴിഞ്ഞില്ല. എടാ, വീഴാൻ നിൽക്കുന്നൊരു വാക്ക് ഒരു കൈത്താങ്ങായില്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നത് എന്തിനാടാ?